ഇനി നമ്മൾക്ക് എങ്ങനെയൊക്കെ ഈ ശോധനക്രിയ ചെയ്യാം എന്നുള്ളതാണ്. ശോധനം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ. വമനം, വിരേചനം, വസ്തി, നസ്യം എന്നിങ്ങനെ പല രീതികളാണ് ശോധനക്രിയയ്ക്കായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും എളുപ്പം ഒരു പരിധിവരെ വിരേചനം. വമനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിപ്പിക്കുക. മരുന്ന് നമ്മൾ കൊടുത്ത് ദേഹത്തിലുള്ള ടോക്സിസിറ്റീസ് എല്ലാം നമ്മൾ ഉത്ക്ലേശിപ്പിച്ച് അത് കഴിഞ്ഞ് നമ്മളത് ഛർദ്ദിപ്പിച്ച് കളയുക. GI ട്രാക്റ്റിലേക്കെല്ലാം കൊണ്ടുവന്ന് ഛർദ്ദിപ്പിച്ച് കളയുക എന്നുള്ളതാണ് വമനം എന്ന് പറയുന്നത്. വിരേചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിലേക്ക് GI ട്രാക്റ്റിലേക്ക് എല്ലാ ടോക്സിസിറ്റീസും കൊണ്ടുവന്ന് എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് അത് പുറന്തള്ളി ഏനൽ റൂട്ടിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് വിരേചനം എന്ന് പറയുന്നത്. വസ്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് എനീമയാണ്. നസ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേസൽ ഇൻസ്റ്റലേഷൻ, മൂക്കിൽ നമ്മൾ മരുന്ന് ഇറ്റിച്ച് കഴുത്തിലും അതുമാതിരി തന്നെ തലയിലും ഉള്ള സ്രോതസ്സുകളൊക്കെ ക്ലിയറാക്കി അവിടെ ഒരു ശോധനം, കഴുത്തിന് മേളിലേക്കുള്ള ശോധനക്രിയയ്ക്കാണ് നസ്യം എന്ന് പറയുന്നത്. ഒരു ഹോൾ ബോഡി ഡീടോക്സിഫിക്കേഷന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരേചനം തന്നെയാണ്. വിരേചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കുക എന്നുള്ളത്. പല പേഷ്യൻസിനും അതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല. പലരും വരുമ്പോൾ നമ്മളോട് പറയും, ഡോക്ടറെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നതൊക്കെ സുഗമമായിട്ട് എനിക്ക് വയറിളക്കാൻ മരുന്ന് വേണ്ടാട്ടോ എന്ന് പറയും. അതവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. വെറുതെ വയറയഞ്ഞ് പോകുക, വെറുതെ നമ്മളുടെ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വെറുതെ നമ്മൾ അയഞ്ഞ് പുറത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വിരേചന കർമ്മത്തിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ഫുൾ ചാനൽസാണ്. ആയുർവേദ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ബോഡി ഫുൾ പോഴ്സ് ആൻഡ് ചാനൽസാണ്. ഈ ചാനൽസിൽ പലപ്പോഴായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ക്ലോഗ്സ് ഉണ്ടാകും. ക്ലോഗ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ചാനൽസ് പലതും ക്ലോഗ്ഡ് ആയിട്ടായിരിക്കുന്നത്. നമ്മൾ മെഡിസിൻസ് തരുമ്പോൾ ഈ ക്ലോഗ്സ് ഒക്കെ ക്ലിയറായി വന്ന് GI ട്രാക്റ്റിലേക്ക് വരുന്നു. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം മുഖേന പുറന്തള്ളുന്നു. അതിന് ഏറ്റവും എളുപ്പമായ മാർഗം വിരേചനമാണ്. നമ്മൾ വയറിളക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മിക്കവാറും തന്നെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് പോകുമ്പം വയറിളക്കുക എന്നുള്ളൊരു ചികിത്സ വരികയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വെറുതെ അയഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല, ശരീരത്തിന് ശുദ്ധി വരുത്തുവാൻ കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശോധന കർമ്മങ്ങൾ ചെയ്യുകയും കൂടാതെ തന്നെ ശേഷം നന്നായിട്ടൊന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷം നമ്മൾ ഗുണമുള്ള സാധനങ്ങൾ കഴിച്ചാലാണ് പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഗുണമുള്ള ക്രിയകൾ, റിജുവനേഷൻ വേണ്ടിയുള്ള ക്രിയകൾ ചെയ്താലാണ് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഡീടോക്സിഫിക്കേഷൻ ചെയ്തിട്ട്, ശോധന ചെയ്തിട്ട് ശേഷം നമ്മൾ റിജുവനേഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും അതുമാതിരി തന്നെ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കർക്കിടക ചികിത്സയിൽ ചെയ്തു വരുന്നത്.